practical issues, what you are facing, or if you have some doubts, if you have any difficulties, you ask me, I can help you. പ്രാർത്ഥന വെച്ച് കുഴപ്പമൊന്നുമില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. പക്ഷേ അത് 5 മിനിറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞില്ലേ, അയാൾക്ക് വേണ്ടി പിന്നെ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കണ്ടല്ലോ. അങ്ങനെയുള്ളത് ഇത് നമ്മളുടെ മെയിൻ, നമ്മളിവിടുത്തെ പർപ്പസ് എന്താ? വാട്ട് ഈസ് ജീസസ് യൂത്ത് മിനിസ്ട്രി വാണ്ട് യുവർ പ്രേയർ? നമ്മുടെ മെയിൻ പർപ്പസ്. നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറയും, അവർക്ക് പ്രാർത്ഥിച്ചോ. പക്ഷേ നമ്മുടെ മെയിൻ ത്രെഡ് ഓഫ് ദ പ്രേയർ, മെയിൻ പർപ്പസിൽ അതൊന്നുമല്ല. മെയിൻ പർപ്പസ് ഈ യൂത്ത് മിനിസ്ട്രിക്ക് ദൈവം ലോകം മുഴുവനിലും എന്താണ് ആഗ്രഹിക്കണേ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ മറ്റുള്ളിടത്തൊന്നും ഇതേമാതിരി പ്രാർത്ഥിക്കാൻ ആളില്ല. ഇപ്പൊ നമുക്ക് ജീസസ് യൂത്ത് ലണ്ടൻ, ജീസസ് യൂത്ത് അമേരിക്ക, ജീസസ് യൂത്ത്, അവിടെയൊന്നും ഇത്രയും ആളുകളുണ്ട്. എല്ലാവരും ഭയങ്കര ഹെക്റ്റിക്കാണ്, ആർക്കും ടൈമില്ല. ഞാൻ അവരെ കുറ്റം പറയല്ല. പക്ഷെ ഇവിടെയാണ് വാസ്തവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യവും പ്രാർത്ഥിക്കാൻ ആളും. ഇവിടെ ഇവൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പൊ സംബഡി ഡെഡിക്കേറ്റഡ്, ഐ ആം ഡെഡിക്കേറ്റഡ് ടു പ്രേ ഫോർ യൂറോപ്പ്. അപ്പോൾ നിങ്ങൾ ആ യൂറോപ്പിന് വേണ്ടിയുള്ള ബേർഡൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കമ്പാഷൻ, അവിടുത്തെ ആളുകൾ, അവിടുത്തെ നീഡെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡെഡിക്കേഷൻ നമുക്കുണ്ടാകുമ്പോൾ കർത്താവ് ആ രീതിയിലേക്ക് ഒഴുക്കും. വാസ്തവത്തിൽ ഇന്ത്യയിൽ നിന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രാർത്ഥന ഉയരേണ്ടത്. നമ്മൾക്ക് വേണ്ടി ഈ എല്ലാ രാജ്യങ്ങളും ഒരുപാട് നല്ല കാര്യം ചെയ്യണതാണ്. ഇപ്പം യൂറോപ്പിൻ്റെ ഇപ്പം എനിക്ക് കിട്ടിയ വിളി, ഞാനിവിടെ ഡൽഹിക്ക് അപ്പുറത്ത് മീററ്റിൽ സൽദാനയിൽ ഞാൻ ധ്യാനം നടത്തുമ്പോൾ അവിടെ ഒരു കപ്പുച്ചിൻ അച്ഛനെ കൊലപ്പെടുത്തിയ സ്ഥലമാണ്. അവിടെ ഈസ് മർഡേഡ്. ആ ടോംബിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, വി ഹാവ് കം ഫ്രം യൂറോപ്പ് ആൻഡ് ഗേവ് അവർ ലൈഫ് ഫോർ യുവർ കൺട്രി. ഞങ്ങൾ യൂറോപ്പിൽ നിന്ന് വന്ന മിഷണറിമാർ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചു. അതിന് പ്രത്യുപകാരമായിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് വേ യു ക്യാൻ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്? ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് സച്ച് എ ഗ്രേറ്റ് തിങ്, ഞാൻ എന്ത് ചെയ്താലും ഒന്നും ആവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കേൾക്കാണ്, ക്യാൻ യു കം ടു യൂറോപ്പ് ആൻഡ് ഹെൽപ്പ് അവർ പീപ്പിൾ? ദാറ്റ് വാസ് എ ബിഗ് ഷോക്ക് ഫോർ മീ. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നമുക്കിവിടെ ഇന്ത്യ മുഴുവനും ഓടി നടക്കാന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ അപ്പോഴാണ് ഞാനതങ്ങ് അക്സെപ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമുക്കാരെങ്കിലും അറിയോ യൂറോപ്പിൽ? ഐ ഡോണ്ട് നോ എനിബഡി. ആകെ കൊച്ചു റീസേനെയും ഫ്രാൻസിസ് അസീസിനെയൊക്കെ അറിയാം. അവരുടെ വഴി പിന്നെ എന്നോട് പറയാൻ തുടങ്ങി, നീ ഒരു 24 hours അഡോറേഷൻ ഡെഡിക്കേറ്റഡ് ഫോർ യൂറോപ്പ്. അപ്പം അന്ന് നമ്മൾ ഭാരതത്തിൽ 100 അഡോറേഷൻ സെൻറ്റർ തുടങ്ങിയതാണ് ഞാൻ. ഐ ഹാവ് സ്റ്റാർട്ടഡ് മോർ ദാൻ 100 പെർപെച്വൽ അഡോറേഷൻ സെൻറ്റേഴ്സ്. അതിനുവേണ്ടി ട്രെയിനിങ്ങും അതിനുവേണ്ടി ആൾക്കാരെ അയക്കലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മോസ്റ്റ് ഓഫ് ദം ആർ സ്റ്റിൽ ദെയർ. അവർ ആ പ്രദേശത്ത് തന്നെയുള്ള ആൾക്കാരെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരുപാട് സ്ഥലത്തുണ്ട്. വൺ ഓഫ് ദാറ്റ് ഇവിടെ ബുരാരിയിൽ അന്ന് വെറും പുഞ്ചപ്പാടമായിരുന്ന സ്ഥലമായിരുന്നു. ബുരാരി എന്ന് പറഞ്ഞാൽ ഈ ജീവൻ ജ്യോതി റിട്രീറ്റ് സെന്റർ ആയിരിക്കുന്ന സ്ഥലം വാസേ മുട്ടിന് വെള്ളമുള്ള പാടമായിരുന്നു അവിടെ. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ ഇൻസ്പിറേഷനിൽ അത് മേടിച്ചു, അവിടെ ധ്യാന സെന്റർ. എന്നിട്ട് വാട്ട് ഐ റെക്കമെൻഡഡ്, അവിടെ ഒരു കുറച്ച് സ്ഥലത്ത്
ഈ റൂമിന്റെ സൈസുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഒരു ഷെഡ് വെച്ച് നമ്മൾ അവിടെ അഡറേഷൻ തുടങ്ങാം. ഐ സെൻഡ് 2 persons ഫ്രം മൈ മിനിസ്ട്രി കേരളത്തിൽ നിന്ന്. അവിടെ ടോയ്ലറ്റ് ഇല്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. അവിടെ നമ്മൾ അഡറേഷൻ തുടങ്ങി. അതായിരുന്നു എൻ്റെ ഫൗണ്ടേഷൻ. നൗ യു സീ വാട്ട് ഈസ് ദാറ്റ് പ്ലേസ്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ഥലത്ത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? വാട്ട് വാസ് ദ പോയിന്റ് ഐ വാണ്ടഡ് ടു സേ? യൂറോപ്പ്. അങ്ങനെ യൂറോപ്പിന് വേണ്ടി, അതാണ് ഡെഡിക്കേറ്റഡ് ഓൺലി ഫോർ യൂറോപ്പ്. അപ്പൊ അവിടെ നമ്മളുടെ ഫ്ലോ മുഴുവൻ യൂറോപ്പിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങ് പ്രകാശിച്ച് ഞങ്ങൾ അവിടേക്ക് പോയി. ഞങ്ങൾക്ക് അവിടെ വിളിച്ചു. ഈ നമ്മളൊരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ one Saturday noon time 1 o'clock a call came from Germany. See, അങ്ങനെ എല്ലാം കർത്താവ് നയിക്കുകയും അങ്ങനെ യൂറോപ്പിൽ പോയി അവിടെ അഡോറേഷൻ സെന്റേഴ്സ് തുടങ്ങി. എത്ര അഡോറേഷൻ സെന്റേഴ്സ് അവിടെ തുടങ്ങി അവിടെ. അപ്പം നമ്മളുടെ എന്താ പറയാ, അപ്പോൾ ഇവിടെ നിന്നുള്ള പ്രെയറാണ് ഇപ്പോഴും അവിടുത്തെ സെന്ററുകളെ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം. ഇവിടെ നമുക്ക് ആളുകൾ, ഇത്രയും ആളുകൾ യൂറോപ്പിൽ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ജീസസ് യൂത്ത് ഇന്റർനാഷണലിന് വേണ്ടി, ജീസസ് യൂത്തിന്റെ വേൾഡ് മിനിസ്ട്രിക്ക് വേണ്ടി മുഴുവനും പ്രെയർ ഇന്ത്യയിൽ നിന്ന് പോകണം. എന്നോട് വേറൊരു വലിയ ഗ്രൂപ്പ് ചോദിച്ചു. അവര് യൂറോപ്പിൽ മിനിസ്ട്രി തുടങ്ങിയിട്ട് വിജയിച്ചില്ല. അപ്പോൾ ഞാൻ യൂറോപ്പിൽ നന്നായിട്ട് ചെയ്യേണ്ടെന്നുള്ളതാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ ശരിയാണ്, ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. ചില സമയത്ത് ഞാൻ 1000 കിലോമീറ്റർ യാത്ര ചെയ്ത ഒരു സ്ഥലത്ത് പോയിട്ട് 15 പേരെ അവിടെ നമുക്ക് ധ്യാനത്തിന് ഉണ്ടാവുള്ളൂ. ഞാൻ 9 ദിവസം അവരെ 15 പേർക്ക് ധ്യാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഐ ഫീൽ ദാറ്റ് ഈസ് നീഡഡ്. അപ്പൊ അതിനുവേണ്ടി എന്തോരം സഫറിങ് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ. ഇറ്റ് ഈസ് നോട്ട് ഇൻ വാട്ട് യു ഡു ബട്ട് ഹൗ മച്ച് യു സഫേർഡ് ഫോർ ഇറ്റ് എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു നിഗമനം, യൂറോപ്പിന് നിന്നും നമ്മൾക്ക് ഒരുപാട് സഹായം കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലാ ഡയസിസും യൂറോപ്പിന്റെ ഫണ്ട്സ് ഉണ്ട്. എല്ലാ അച്ഛന്മാരും യൂറോപ്പിൽ, എല്ലാ കോൺഗ്രിഗേഷനും യൂറോപ്പിലും ഇതിലുണ്ട്. യൂറോപ്പിന്റെ കോൺഗ്രിഗേഷനുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയെല്ലാം നമ്മൾ യൂറോപ്പിന് സഹായം കിട്ടുന്നുണ്ടെങ്കിലും ഇൻ ടേൺ വാട്ട് ആർ വി ടു ഡു ഫോർ യൂറോപ്പ്? പ്രാർത്ഥിക്കുക. അപ്പൊ അവിടെ നിന്ന് നല്ല ദൈവവിളി ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ പർട്ടിക്കുലർലി ഇപ്പൊ നമ്മൾ യൂറോപ്പിൽ, ഇപ്പൊ പോളണ്ടിലാണ് വേൾഡ് യൂത്ത് ഡേ ഒക്കെ വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യൂറോപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥന ശക്തിപ്പെടുത്തണം. അപ്പൊ അതിന് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേം കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്നിട്ട് കോണ്ടിനെന്റ് വൈസ് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. വൺ വേ, ഈ ഇത്ര ആൾ, ഈ 4 പേര് നിങ്ങൾ മുഴുവൻ ഈ കോണ്ടിനെന്റ് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഈ 4 ആൾക്കാർ ദേ ആർ ഓൺലി ഡെഡിക്കേറ്റഡ് ഫോർ വേൾഡ് യൂത്ത് ഡേ. അല്ലെങ്കിൽ ഈ 4 ആള് വേൾഡ് യൂത്ത് ഡേയിലെ ജീസസ് യൂത്തിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി. അങ്ങനെ നമ്മൾ അതുകൂടാണ്ട് ഇന്റർസെഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വാട്ട് എവർ യു ഡു ഇൻ ഡൽഹി, നിങ്ങൾക്ക് ഒരുപാട് മിനിസ്ട്രി ഉണ്ടാവും. നിങ്ങൾക്ക് നേഴ്സസ് മിനിസ്ട്രി ഉണ്ട്, ക്യാമ്പസ് മിനിസ്ട്രി ഉണ്ട്, മ്യൂസിക് മിനിസ്ട്രി ഉണ്ട്, ഇന്റർസെഷൻ മിനിസ്ട്രി ഉണ്ട്, ഫ്രോ ലൈഫ് മിനിസ്ട്രി ഉണ്ട്. ഇതെല്ലാം ഒരു ട്രെയിനിന്റെ ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ് ആണ്. മനസ്സിലായോ? ആൻഡ് വാട്ട് ഈസ് ദ എൻജിൻ? വിതൗട്ട് എൻജിൻ ഇറ്റ് വിൽ നോട്ട് റൺ. എൻജിൻ ഈസ് ദ ഇന്റർസെഷൻ മിനിസ്ട്രി. Engine is the adoration. Even day before yesterday, Holy Father was telling, for evangelization should proceed with prayer. Only through prayer you can do evangelization. അപ്പോൾ ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മളിലേക്ക് നമ്മൾ എവാഞ്ചലൈസേഷന്റെ ഒരു ഹാർട്ട് ടു ഹാർട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അതർവൈസ് വി മേ ബി ഡൂയിങ് സംതിങ് ബട്ട് ഇറ്റ് വിൽ നോട്ട് ടച്ച് ദ സോൾസ്. ഇപ്പൊ ഞാൻ ധ്യാനങ്ങൾക്ക് ഭയങ്കരമായിട്ട് പറയാം, നമ്മൾ ഒരു സ്കൂൾ നടത്തണം. എന്തിനാ ഈ കാത്തലിക് സ്കൂൾസൊക്കെ നടത്തണേ? നമ്മൾ ഗവൺമെന്റ് സ്കൂളിന്റെ മാതിരി പഠിപ്പിക്കാനാണെങ്കിൽ, നമ്മളവിടെ 2 കന്യാസ്ത്രീ അച്ഛനുണ്ടെങ്കിൽ അവർ ഈ 3000 കുട്ടികൾ നമ്മുടെ കസ്റ്റഡിയിൽ 10 വർഷം ഉണ്ടായിട്ട് നമുക്ക് അവിടെ കർത്താവിനെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ സ്കൂൾ ഓടിക്കണേ? അപ്പൊ എന്ത് ചെയ്യണം? അവിടെ
ഈശോനെ എഴുന്നള്ളിച്ചില്ലെങ്കിൽ ഒരു മുറിയിൽ ഒരു ബൈബിളും വെച്ചു ഒരു ആത്മാവെങ്കിലും ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എന്തുകൊണ്ട് ഈ വിസ്ഡം കിട്ടണില്ല? അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്റർസെക്ഷന്റെ സബ്ജക്റ്റാണ്. ഞാൻ ഈ ധ്യാനങ്ങൾക്കൊക്കെ പറയും, ഞാൻ ഇപ്പൊ പറയാണ്, നമുക്ക് കേരളത്തിൽ എന്താ ഇല്ലാത്തത്? എത്ര ഡയസിസ്, എന്തോരം സ്കൂളുകൾ, എന്തോരം കോളേജുകൾ, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഗ്രാജുവേറ്റ് കോളേജ്. ഒരു ബൈബിൾ കോളേജ് ഉണ്ടോ? ഒരു ബൈബിൾ കോളേജ് ഉണ്ടോ? ഇല്ല. എനിക്കറിഞ്ഞൂടാ, എന്തൊരു വലിയ വാക്വമാണ്. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാകണമെങ്കിൽ അസാധാരണ. ഇപ്പൊ വൈ കാൺട്ട് ജീസസ് യൂത്ത് ഹാവ് എ ബൈബിൾ കോളേജ്? വൈ നോട്ട്? മേ ബി ഇറ്റ് ഈസ് ഓൾ പോസിബിൾ. നമ്മുടെ യൂത്ത് എല്ലാം ഒരു വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് 1 year കമ്മിറ്റ്മെന്റ് എടുക്കുന്ന പോലെ 1 year ലെറ്റ് ദം സ്റ്റഡി ബൈബിൾ. വാട്ട് ഫോർ? വിസ്ഡം. ദേ വിൽ ഗെറ്റ് വിസ്ഡം. നമ്മള് MScയും BSc MScയും പഠിച്ച് കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിച്ച് അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞ് 2 കുട്ടികളായി കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? പിള്ളേരെ നോക്കല്ലേ വേണ്ടത്. അപ്പൊ ജോലി പരിപാടി കഴിഞ്ഞു. പിന്നെ അപ്പൊ ഈ പഠിച്ച എഞ്ചിനീയറിംഗ് ഒന്നും ഈ പെണ്ണിന് വലിയ പ്രയോജനം ഉണ്ടാകാൻ പാടില്ല. ഉള്ളി അരിയാൻ പറ്റും. അപ്പൊ പറയും, ഞാൻ ഈ എഞ്ചിനീയറിംഗും ഇതൊക്കെ എടുത്തിട്ട് ഇപ്പൊ വീട്ടില് ഭർത്താവ് പറയാണ്, നീ ഇവിടെ പിള്ളേരെ നോക്കി ഉള്ളി അരിഞ്ഞോടി ഇരുത്താൽ മതി, വലിയ കാര്യമൊന്നും ചെയ്യണ്ട. എന്താ ചെയ്യാ? അപ്പോൾ 1 വർഷം ബൈബിളെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രയോജനമാവോ ഇല്ലയോ? അതാണ് നമ്മുടെ പഠനം തന്നെ. എനിക്കിപ്പോ തോന്നുന്നു, വൈ ഡോണ്ട് വി ഹാവ് എ 1 year ബൈബിൾ കോഴ്സ്, ജീസസ് യൂത്ത് ബൈബിൾ കോളേജ്? എന്ത് പറഞ്ഞു ഇല്ലേ? നമ്മൾ 1 year കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന മാതിരി തന്നെ 1 year ബൈബിൾ സ്റ്റഡി. വേറെ ഒന്നും പഠിക്കണ്ട, സിലബസ് ഇവിടെ ഉണ്ട്. ഈ കാറ്റഗിസവും ബൈബിളും മാത്രം മതി. ഇത് 1 വർഷം എടുക്കുന്നത് പഠിച്ചെടുക്കാൻ. വെറും കാറ്റഗിസം മാത്രം പഠിച്ചാൽ മതി. ഇതിനകത്തെല്ലാം ഇൻഹറന്റ് ആണ്, എല്ലാം ബിൽറ്റ് ഇൻ ആണ്. എല്ലാ വിശുദ്ധരുടെയും എല്ലാ ഡോഗ്മാറ്റിക് ഡോക്ട്രൈനൽ ആസ്പെക്ട് എല്ലാം ഇതിനകത്ത് ഇൻബിൽറ്റ് ആണ്. ദിസ് ഈസ് വാട്ട് ഐ ആം വിഷ്വലൈസിങ്. ഞാനൊരു ബൈബിൾ അക്കാഡമി എന്ന് പറഞ്ഞ് 12 വർഷമായി കിടന്ന് ബാലുണ്ടാക്കണം, ഇപ്പോഴും ഒന്നും തുടങ്ങിയിട്ടില്ല. കാരണം ഇതാണ്, നമ്മളെല്ലാം അത് പഠിച്ച എനിക്ക് എന്ത് കിട്ടും? എനിക്ക് അവിടെ ജോലി കിട്ടും. പക്ഷെ ഇൻ യുവർ ടൈപ്പ് ഓഫ് എ ലൈഫ് ഇറ്റ് ഈസ് നോളജ്. ആ നോളജ് നമ്മൾക്ക് ഉണ്ടായാൽ അത് ലോകത്തിൽ പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും. സമയം കഴിഞ്ഞോ നമ്മുടെ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ആരും ഒന്നും പറയാത്ത ഒരു ക്വസ്റ്റ്യനും ഇല്ല. യെസ്. യെസ്, അത് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫെയ്ത്ത് എന്നർത്ഥം. ഫെയ്ത്ത്, വിശ്വാസം. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഫെയ്ത്ത്? ഫെയ്ത്ത് ഈസ് ദ കൺവിക്ഷൻ ഓഫ് തിങ്സ് നോട്ട് സീൻ. അണ്ടർസ്റ്റാൻഡ്? But this is Jesus as a picture, but that is not Jesus. It is a picture of Jesus, correct? But inside you, really, Jesus is there. The person Jesus is inside us, Emmanuel, but not as a picture, but as a person, but invisible. Understand it? Understand? He is a person spirit. So how can we see him? You cannot see him. But then, as a initial prayer, we try to meditate with some picture, but that is not the perfect. Initially it may begin like a picture, then you remove the picture and say, Lord, I love you, you are beloved. Then you will have that experience of a person. You will feel he is hugging you. You will feel a complete personal experience, like you are hugging a person, but invisibly. Yeah. Pardon? ആ പ്രകാശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ വിസിബിൾ ലൈറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ലൈറ്റ്? ബൈ ലൈറ്റ് മീൻസ് ദിസ് ഈസ് ലൈറ്റ്. ഈസ് ഇറ്റ് എ ട്യൂബ് ലൈറ്റ്? ഈസ് ജീസസ് ഇസ് എ ട്യൂബ് ലൈറ്റ്? നൗ യു സീ, യു ആർ മെഡിക്കൽ people. What is the biggest light? An X-ray is a light, correct? But can you see X-ray? So that is a greater light than this visible light. So when Jesus say, I am the light, it is a spiritual light. That spiritual light is like
As I tell you, suppose you went for a confession. You are burdened with so many things, and then you received the light. That's an experience, correct? So, in the beginning was darkness, and then the Lord said, let there be light. What was that light? In fact, sun and moon came afterwards. Day and night came afterwards. So what was that light? That was wisdom, actually. A spiritual content. So when it's a growth level understanding, when Jesus says, I am the light of the world, that does not mean it is a visible light. It is a person which illumines everything. That is how you have to understand that. You try this. When you try this and when you pray for more wisdom, things will be clear. Any other question? Now wait a minute. Now I want to ask something else. Another 5 minutes. Now some of you or every one of you must share what have you learned in this talk. What one point you liked in this. Recollect and say. Each one of you must share now what you benefited out of this talk. Have you benefited anything? If so, what is that point which touched you more? About the conviction of The conviction of cleansing and sanctification when we come before the Lord, before doing anything, the requirement of yeah, good point. Okay. Before doing intercession or anything, spend some time in sanctifying and empowering. Next, please. how to pray and how to intercede. How to pray and how to intercede. Yeah. Personal prayer and intercession. Yeah. The personal prayer and intercession, they are different, but they are supporting one another. Without personal prayer, never do intercession. This is a very important principle you should have. That our presence is consoling Lord when we are sitting with God. That's really consoling Lord. That really touched me. That I always feel like I'm not, I don't know to pray in a structural way. And like when I come to prayer, I feel like distractions will come. I'll get disturbed with that. So like when brother was telling that our real presence is when we are sitting with God, that really consoles Lord. Yeah. And it is also a gift. When you get a higher gift of consolation, it is a very important thing. Lot of things Lord will teach us. Suppose now you are trying to console Jesus now, then you may see suddenly thousands of people crying in Nepal. So that is a pain for Jesus. Yes or no? The same way then you feel you will console him. You feel the burden of this pain. All that thing will come through our situation. We may simply feel like crying. I don't know, I am very sad. Why is that sadness? The sadness of the thousands of people who lost their... So, when we console Jesus, they also will be consoled. It is a higher level point. Okay, next please. ഈശോയും കൂടെയാണ് ആദ്യം പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കണം. He is praying. Sit with me while I pray. That is the highest principle. Very good. Next. ഈശോനെ അറിയാം. ഇരുന്നാ മതി എന്ന് പറഞ്ഞാൽ ഈ വൈൻ ആൻഡ് ബ്രാഞ്ച് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. I am your branch. You are praying to Father and you are flowing it through me to the world, and the fruits comes through the branch. He cannot produce fruits without you. ആ ഒരു
ഫെയ്ത്ത്, അതൊരു ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത് പോയിന്റിൽ അങ്ങനെ ഇരുന്നാൽ മതി. യെസ്, ഹിയർ ഐ ആം. അപ്പം നമുക്ക് പല എക്സ്പ്രഷൻസ് വരും. യെസ് ലോർഡ്, ഐ ആം ഹിയർ, ലെറ്റ് ഇറ്റ് ഫ്ലോ ത്രൂ മീ. ചിലപ്പോൾ നമ്മൾ പോസ്ട്രേറ്റ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ പാടും, നമുക്ക് ആടും, എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങ് ഭയങ്കരമായിട്ടുള്ള ഒരു ജോയ്ഫുൾ മൂമെന്റ്സ് ഒക്കെ വരും. അതൊക്കെ നമുക്ക് ചെയ്യാം ഒറ്റയ്ക്കാവുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ്. ഇനി എന്തെങ്കിലും? എനിബഡി എൽസ്? ഇത്ര ആളുകളും ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായില്ല. പറയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ. Pray for wisdom. Good. And you? Yeah. Anybody else? Okay, then we will close down. Okay? So let us thank God. So I appreciate your time and your dedication. Keep going. Intercession is the engine. Remember that. You may have so many compartments in the train, so like so many ministries, but the adoration and intercession is like an engine. Oh Lord, we thank and praise you, Lord. Thank you, Jesus. Bless all of them. Maybe you can kneel down. I will just pray over you. That is the gift of intercession. May trigger. Praise you, Jesus. Oh, Holy Spirit, fill them with new power and new vigor for intercession. Thank you, Jesus. Shandala halabalaya, shalabalaya, shandala halabalaya, shalabalaya, shandala halabalaya. Kiri Allah halabalama, kiri Allah, shandala halabalaya, shandala halabalaya, halabalaya. Shandala halabalaya. Oh, Holy Spirit, open your door. Shandala halabalaya. Shalabalaya, shandala halabalaya. Shala halabala halabala. Shalabalaya. Shalabalaya. Shalabala halabalaya. Praise you, Jesus, 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 Jesus. Shala halabalaya. Thank you, Jesus. Thank you, Lord. Thank you, Lord. Praise you, Jesus. Shandala halabalaya. Praise you, Lord. Thank you, Jesus. Shandala praise you, Jesus. Thank you, Jesus. Praise you, Jesus. Hallelujah, hallelujah. Shandala Hallelujah. Shalabala.